Hello everyone, welcome to Services Management. Today we will discuss investment banks and retail banks. First, investment banks. Investment bank is a special segment of banking operation that helps individuals or organizations raise capital and provide financial consultancy services to them. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രഡീഷണൽ ബാങ്ക്സ് പോലെയല്ല. ഗവൺമെൻറ്റിനും കമ്പനികൾക്കും അല്ലെങ്കിൽ ബിസിനസ് പേഴ്സൺസിനുമൊക്കെ അവരുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന തരം ഓർഗനൈസേഷൻസിനെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റ് ഫിനാൻഷ്യൽ അഡ്വൈസറി സർവീസസ് അല്ലെങ്കിൽ കൺസൾട്ടൻസി സർവീസസും ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് നൽകുന്നുണ്ട്. സോ ട്രഡീഷണൽ ബാങ്ക്സുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഇസ് എ സ്പെഷ്യൽ സെഗ്മെൻറ്റ് ഓഫ് ബാങ്കിങ് ഓപ്പറേഷൻ that helps individuals or organizations raise capital and provide financial consultancy services to them. They act as intermediaries between security issuers and investors and help new firms to raise capital from the public. They either buy all the available shares at a price estimated by their experts and resell them to the public or sell shares on behalf of the issuer and take commission on each share. So investment banks in the major function എന്ന് പറയുന്നത് ആക്ട് as intermediary between security issuers and investors. ഷെയർസ് അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് വിൽക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെയും അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പബ്ലിക്കിനെയും കണക്ട് ചെയ്യുന്ന ഇൻ്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ ഫങ്ഷൻ. അവിടെ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഒന്നുകിൽ അണ്ടർ റൈറ്റിംഗ് നടത്തും, അതായത് ആദ്യമേ ഷെയർസ് ബൈ ചെയ്യുന്നു, എന്നിട്ട് അത് പബ്ലിക്കിന് സെല്ല് ചെയ്യും, അല്ലെങ്കിൽ ഒരു കമ്മീഷൻ ബേസിസിൽ പബ്ലിക്കിന് സെല്ല് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഈ തരം പ്രവർത്തനങ്ങളാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് ചെയ്യുന്നത്. ദേ ഓൾസോ പ്രൊവൈഡ് വേരിയസ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് സച്ച് ആസ് ട്രേഡിംഗ് സെക്യൂരിറ്റീസ് ഫോർ ദെയർ ഓൺ അക്കൗണ്ട്സ്, mergers and acquisition advisory which involves helping organization in mergers and acquisitions. കമ്പനികൾ തമ്മിലുള്ള ഏറ്റെടുക്കലുകൾ മോണിറ്റർ ചെയ്യുകയും ആ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഡ്വൈസറി സർവീസ് നൽകുകയും ചെയ്യുന്നുണ്ട്. ലിവറേജ്ഡ് ഫിനാൻസ് ദാറ്റ് ഇൻവോൾവ്സ് ലെൻഡിങ് മണി ടു ഫേംസ് ടു പർച്ചേസ് അസറ്റ്സ് ആൻഡ് സെറ്റിൽ അക്വിസിഷൻസ്. Restructuring that involves improving organization structure of companies to make businesses more efficient and help it make maximum profit. So advisory services നൽകുന്നതോടൊപ്പം തന്നെ കമ്പനികളുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ എഫിഷ്യൻ്റ് ആക്കി മാറ്റുന്ന തരത്തിലുള്ള റീസ്ട്രക്ചറിങ് സൂപ്പർവിഷനും ഈ തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് നൽകുന്നുണ്ട്. ബാങ്ക് ഓഫ് അമേരിക്ക, ബാർക്ലേസ് ക്യാപിറ്റൽ, സിറ്റി ഗ്രൂപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്, ഡ്യൂഷ് ബാങ്ക് and JP Morgan are some of the largest investment banks in India. Next, retail banks or retail banking. Retail banking, also known as consumer banking, refers to services banks provide to individual customers. Common retail banking services include provide savings account, housing loans, credit and debit cards and auto loans. ഇപ്പോൾ സാധാരണ ബാങ്കിങ് ഓപ്പറേഷൻസ്
ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന തരം ബാങ്കുകളെയാണ് റീറ്റെയിൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. Their major customers will be individual customers. Retail banks focus on individuals, while investment banks focus on large business corporations and governments. That's the difference between these two segments of banking, retail banking and investment banking. Individual customers-ന് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കിങ് ഫങ്ഷൻ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് റീറ്റെയിൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ലാർജ് കോർപ്പറേഷൻ, ലാർജ് ബിസിനസ് ഹൗസസിന് ബിസിനസ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, ക്യാപിറ്റൽ റൈസ് ചെയ്യാനായിട്ടുള്ള അഡ്വൈസറി സർവീസസും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാത്തരം പ്രവർത്തനങ്ങളും ചെയ്യുക, മറ്റ് ഫിനാൻഷ്യൽ അഡ്വൈസറി സർവീസസും നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. Hope today's two topics are clear to you. Let us conclude. Thank you.